അല്ല യോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നടന്നത് ഭാരവാഹികളും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള നേതാക്കളും MLA-മാരും MP-മാരും അങ്ങനെ ചുമതലയുള്ള നേതാക്കന്മാരൊക്കെ അടങ്ങിയ യോഗമാണ്. നേരത്തെ സംസ്ഥാന സെക്രട്ടറി റിലീസ് ചെയ്ത പേരുകൾ ഉണ്ടായിരുന്നല്ലോ, അവരുടെ യോഗമാണ് നടന്നത്. ലീഗ് ഇതിനായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ച നേതാക്കളുടെ യോഗമാണ് ഇന്നിവിടെ ചേർന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാഗിച്ച് നൽകി. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് തരാം. ഫുൾ ടീം സമയബന്ധിതമായി നിലമ്പൂരിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയം ഉറപ്പുവരുത്താനും ഞങ്ങൾ ഇന്നു മുതൽ ഇറങ്ങുകയാണ്. പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ ഒരേപോലെ ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ ചലിക്കും. അവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കും. മറ്റൊരു തിരിഞ്ഞു നോട്ടവും ഇനി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നീങ്ങും. ചാർജ് കൊടുത്തവരൊക്കെ ഫുൾ ടൈം ഫീൽഡിലുണ്ടാവും. ഞങ്ങളെ പ്രസിഡൻറ്റ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാട്ടിലില്ല, മക്കത്താണ്, മെക്കയിലാണുള്ളത്. അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ ഈ തീരുമാനങ്ങൾക്കൊക്കെ ഞങ്ങൾ അംഗീകാരം വാങ്ങി. ആ തീരുമാനങ്ങൾ ഇന്നെടുത്തു. ഇനി നിലമ്പൂർ ഇലക്ഷൻ വിജയിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരു അജണ്ടയുമില്ല, ചർച്ചയില്ല, ഒന്നുമില്ല. ഒരേ സ്വരത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, ഇറങ്ങാൻ തീരുമാനിച്ചു. അല്ല, അത് വാർത്ത നിങ്ങൾ കൊടുത്തല്ലോ, ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. അവിടെ മത്സരരംഗം എന്ന് പറയുന്നത് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF-ഉം തമ്മിലാണ്. അതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയും UDF-ഉം തമ്മിലാണ്. പിന്നെ വർക്കിൽ UDF ജയിക്കും. ആ ഇലക്ഷനിൽ UDF ജയിക്കും. അതിനാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പാണക്കാട് തങ്ങൾ അവഹേളിച്ച ആളാണ് ഷൗക്കത്ത് എന്നാണ് പറയുന്നത്. അല്ല, അപ്പം നിങ്ങൾ പല ഇഷ്യൂസും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അതിനൊന്നും മറുപടി പറയില്ല, സമയം കളയണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിനി ഞങ്ങളെ ആരോപണത്തിനൊക്കെ ഞങ്ങളുടെ പ്രസംഗത്തിലൊക്കെ എല്ലാവരും മറുപടി പറയും. അപ്പം എടുത്താൽ മതി. ഇപ്പോൾ ഫോക്കസ് ഒറ്റക്കെട്ടായി UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന വർത്തമാനങ്ങളൊന്നും വേണ്ടാന്നും കൂടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.